കോരശിനെ ഉണർത്തിയ കൂട്ടത്തിൽ എസ്ര പുരോഹിതനെ ദൈവം ഉണർത്തി. ആ കൂട്ടത്തിൽ നെഹമ്യാവിനെ ദൈവം ഉണർത്തി. ആ കൂട്ടത്തിൽ യോശുവ പുരോഹിതനെ ദൈവം ഉണർത്തി. ആ കൂട്ടത്തിൽ സെരുബാബേൽ എന്ന ഒരു ദേശാധിപതിയെ ഉണർത്തി. പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ദർശനവുമായി കണക്ട് ചെയ്യുന്ന എല്ലാവരെയും ദൈവം ഉണർത്താൻ പോകുക. നിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് എന്തൊക്കെ വേണോ അത് ആവശ്യമുള്ളവരെ എല്ലാം ദൈവം ഉണർത്താൻ പോകുക. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നീ അലഞ്ഞ് കുഴഞ്ഞ് എന്തെങ്കിലും നേടിയെടുക്കുക അല്ല, അത് ലോകത്തിന്റെ സിസ്റ്റം. പക്ഷെ നീ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം വേറൊന്നാണ്. നിന്റെ നിയോഗം ഉണർന്നു കഴിയുമ്പോൾ ആ നിയോഗത്തിന് വേണ്ട എല്ലാവരെയും ദൈവം ഉണർത്തും. നിന്റെ മേലുള്ള ദർശനത്തെ പൂർത്തീകരിക്കാൻ ഒരു കൂട്ടത്തെ മുഴുവൻ ദൈവം ഉണർത്താൻ പോകുകയാണ്. നീ പോലും അറിയാതെ ചിലർ നിന്റെ അടുക്കിലേക്ക് വരാൻ പോകുന്നു. നീ പോലും അറിയാതെ ചിലർ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. നീ പോലും അറിയാതെ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ചിലർ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുന്നു. വാതിലുകൾ അടയാതിരിക്കാൻ പോകുന്നു. എത്ര മനോഹരമാണ് ദൈവത്തിന്റെ പദ്ധതികൾ.